ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. വീണ്ടും നമ്മൾ പുതിയൊരു കളക്ഷനായി വന്നിരിക്കുകയാണ്. അത് ഇങ്ങനെ കാണുമ്പോൾ അല്ലേ എന്താ എന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. പട്ടുപാവാടയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റോക്ക് മാഷാഅല്ലാഹ് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് ആ ഒരു സെയിം കളർ തന്നെ 5 പീസ് അഞ്ച് കളറിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ 20 രൂപയുടെ സ്ലീവ് കുറവുള്ള എന്താ പറയുക പ്ലീറ്റഡ് നൈറ്റ്. അപ്പം മാഷാഅല്ലാഹ് എല്ലാം സോൾഡ് ആയിട്ടുണ്ട്. പിന്നെ അതിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ പ്ലീറ്റഡ് നൈറ്റിൽ ചിലപ്പോൾ ഒരു 2-3 പീസ് കാണും. ബാക്കി മൊത്തം തീർന്നിട്ടുണ്ട്. മാഷാഅല്ലാഹ് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. അപ്പം ഇന്നലെ വീഡിയോ ഇടണമെന്ന് കരുതി, പക്ഷേ അതിപ്പോഴും പാക്കിങ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. എല്ലാം നാളെ നമ്മൾ മൺഡേ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പട്ടുപാവാട ഓർഡർ തരുന്നവർക്കും നാളെ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. പോസ്റ്റ് ആകുമ്പോൾ ഡിലേ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. DTDC ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അധികം ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല. ചാനൽ ഇഷ്ടമാവുന്നതിന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു. നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ 180, 190 ഇനി ബാലൻസ് മാക്സ് ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അതും പിന്നെ നമ്മുടെ 199 നെറ്റ് അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ചിലപ്പോൾ കുറച്ച് നേരം വൈകുന്നുണ്ടാവും കേട്ടോ. എങ്കിലും പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ചാനൽ ഇഷ്ടമാവുന്നതിന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺലോഡ് കൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ടു. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുകൊണ്ടു. പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് സ്ക്രീൻഷോട്ട് വരിക. പിന്നെ അത് അവൈലബിൾ ആണെങ്കിൽ എടുക്കാം. കളർ വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും. ഇനി നമ്മുടെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം. പക്ഷേ ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമാണ് കേട്ടോ. വീഡിയോയിൽ എനിക്ക് പറയുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പറയാണ്, പല എടുക്കുന്നവരൊക്കെ പല ടൈപ്പ് കസ്റ്റമേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും നമ്മളെ നന്നായിട്ട് പറ്റിക്കുന്നുണ്ട്. അതായത് ഓപ്പണിംഗ് വീഡിയോ അല്ലാതെ അവരുടെ കയ്യിൽ നിന്നും ഡാമേജ് വന്ന ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് ഡാമേജ് ആണെന്ന് പറയുന്നവരുണ്ട്. പ്രൊഡക്റ്റ് കിട്ടി ചിലപ്പോൾ 3-4 ദിവസമായിട്ടുണ്ടാവും. എന്നിട്ട് വരെ കംപ്ലൈൻറ്റ് പറയുന്നവരുണ്ട്. പിന്നെ എനിക്ക് നമ്മളിങ്ങനെ കാം ആൻഡ് കൂളായി സംസാരിക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് മനസ്സിലാവാത്ത കേടൊന്നും ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ നിന്നുള്ള പ്രശ്നമാണെങ്കിൽ ഞാൻ തന്നെ പരിഹരിക്കും. അല്ല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ യൂസ് ചെയ്ത ശേഷം വരുന്ന കംപ്ലൈൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരും പറ്റിക്കാൻ നിൽക്കില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറ്റിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പണിംഗ് വീഡിയോ വേണം. എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞോ അറിയാതോ എനിക്കറിയത്തില്ല, നമ്മുടെ പ്രൊഡക്റ്റ് അല്ലാഞ്ഞിട്ട് പോലും നമ്മളിൽ നിന്നും എടുത്ത് പ്രൊഡക്റ്റ് മാറിപ്പോയി റീഫണ്ട് വേണം റിട്ടേൺ വേണം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതും എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു റിട്ടേൺ എടുക്കുക. കാരണം അങ്ങനത്തെ ഓരോ പ്രശ്നം വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റുന്നില്ല. എന്തായാലും എൻ്റെ അടുത്ത് എടുക്കുന്ന കസ്റ്റമേഴ്സിന് എന്നെ നല്ല വിശ്വാസമായിരിക്കും. എൻ്റെ അടുത്ത് എടുക്കുന്നവർക്ക് എന്നെ പറ്റി അറിയുന്നുണ്ടാവും. 1 രൂപ പോലും നമ്മൾ എക്സ്ട്രാ നമ്മുടേതല്ലാതെ ക്യാഷ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല കേട്ടോ. അപ്പം അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പട്ടുപാവാട ബിറ്റാണ് കേട്ടോ. കളർ വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് റിട്ടേൺ ചോദിക്കരുത്. നന്നായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് കളറെന്ന്. പിന്നെ ചിലത് പോസ്റ്റ് ആവുമ്പോൾ ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ ഡിലേ ആവുന്നതിൽ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം നമ്മുടെ പ്രശ്നമല്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുകൊണ്ടു. കണ്ടല്ലോ അത്യാവശ്യത്തിന് ലെങ്ത് ഉണ്ട് കേട്ടോ. അതൊരു 15 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് പറ്റും. പിന്നെ കുറച്ച് മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ +2 വരെയുള്ള മക്കൾക്കും പറ്റും കേട്ടോ. 375 രൂപയാണ്. ഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒന്ന് ഓഫർ ചെയ്യുകയാണെങ്കിൽ 399 ആണ് കേട്ടോ. ഈ ഒരു പാവാട ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കളേഴ്സൊക്കെ ഇങ്ങനെ ഒരു ഡബിളും അല്ല 3-4 ഷെയ്ഡിലായിട്ട് ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പട്ടുപാവാട ബിറ്റാണ് കേട്ടോ. കണ്ടല്ലോ നല്ല നല്ല അടിപൊളി കളറല്ലേ. അതേപോലെ ഇതിൻ്റെ കരയൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ലോത്താണ്. 399 വരുന്നുള്ളൂ. അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ഓർഡർ തരിക. നാളെ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ബ്ലൗസ് എല്ലാത്തിൻ്റെയും സെയിമാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസിൻ്റെ കളർ വരുന്നത്. ബ്ലൗസ് നിങ്ങൾ എക്സ്ട്രാ ലൈനിങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല കളറിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പട്ടുസാരിയൊക്കെ ഇങ്ങനെ കല്യാണത്തിനൊക്കെ എടുക്കൂലേ അങ്ങനത്തെ. അപ്പോൾ അത്രത്തോളം നമ്മളിത് അഫോർഡബിൾ ആക്കിയിട്ടുണ്ട്. 399 വരുന്നുള്ളൂ. അതും കുട്ടികളുടെയല്ല വലിയവരുതാണ്. പക്ഷെ അൺസ്റ്റിച്ചഡ് ആണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണ്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ്. ഇതിന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ കറക്റ്റ് ഫോട്ടോ വിട്ടുതരാം. കാരണം ഇതിലൊക്കെ ഇതിങ്ങനെ പ്രിന്റ് വരുന്നുണ്ട്. ഈ ഒരു ടൈപ്പാണ്. നല്ലൊരു ഗ്രീനാണ്. ഇത് എല്ലാത്തിലും ബ്ലൗസ് പീസ് സെയിം കളറാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമുക്ക് അങ്ങോട്ട് പോയി പറയാമെന്ന് കരുതിയാൽ കുറച്ചധികം മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് മെസ്സേജ് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ. കണ്ടല്ലോ ഒരു ബ്ലൂവിലാണ് കേട്ടോ. ബ്ലൂ ആൻഡ് പീക്കോക്ക് ഗ്രീനൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കരികിലൊക്കെ വർക്കുണ്ട്.
സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പട്ടുപാവാട അല്ല കേട്ടോ, കുറച്ച് ഹെവി ആയിട്ടുള്ള പട്ടുപാവാട തന്നെയാണ്. ഇതിന് എക്സ്ട്രാ ഒരു ഷോളൊക്കെ ചെയ്ത് ധാവണിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. നെക്സ്റ്റ് ഇതേ ഒരു നല്ല റെഡാണ് കേട്ടോ, കണ്ടല്ലോ റെഡിലും വർക്ക് ഉണ്ട്. നല്ലൊരു ഗോൾഡൻ ആൻഡ് ഗ്രീൻ ആണ് ഇതിൻ്റെ ഈ ഒരു കര വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് കേട്ടോ. നല്ല ഒരു റെഡ് ഷെയ്ഡാണ്. ലാസ്റ്റ് വരുന്നത് ഒരു മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡിലാണ്. മെറൂണും അതുപോലെ തന്നെ ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ. അത്യാവശ്യത്തിനുണ്ട്, ഒരു 4 മീറ്ററോളം ലെങ്തിലാണ് ഈ ഒരു സ്കേർട്ടിൻ്റെ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ ഇങ്ങനെയാണ്, നല്ലൊരു ഗ്രീനാണ് ഇതിൻ്റെ ബോർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ വർക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഫോട്ടോ എടുത്തിട്ട് വിട്ടു തരും. ഇത് 2 മടക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പട്ടുപാവാടയുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് വിട്ടാൽ ഓർഡർ തരിക, നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ മാക്സിയുടെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.